പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പപ്പടവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2-3 പപ്പടം എടുത്തിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പടം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് കീറി നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാനൊരു ചെറിയൊരു സവാള, ഒരു 3-4 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ അത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാട്ട് എടുത്തിട്ടുള്ളൂ. എല്ലാം നമുക്ക് കുറേശ്ശെ മതി. 2-3 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചതച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടിയോടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം നന്നായിട്ട് ഇതിനകത്ത് പൊരിച്ചെടുക്കും പോലെ തന്നെ എടുക്കണം. കുറച്ച് എണ്ണയും കൂടി ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കൊടുക്കണില്ല. ഉപ്പ് ആവശ്യക്കാർക്ക് കൊടുക്കാം. നമുക്ക് പപ്പടത്തിന് നല്ലൊരു ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പപ്പടം ശരിക്കും വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പപ്പടം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വച്ചേക്കണം മുട്ട 2 എണ്ണം അത് കുത്തി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിന് ഈ ഒരു ഐറ്റം മാത്രം മതി.
എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പപ്പടം മുട്ടയും വെച്ചിട്ടുള്ള കിടിലൻ തോരനാണ്, അടിപൊളി തോരനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പപ്പടം വറുത്തിട്ട് മിറ്റിയൊക്കെ ചോറ് കഴിക്കൽ നടക്കില്ല. ഒരു വറുത്ത പപ്പടം കൊണ്ട് ചോറ് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചോറിന് കറിയാവും. അപ്പോൾ കിടിലൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.